സിജോ, അങ്ങനെ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ 31-ന് DGP സ്ഥാനക്കയറ്റമാണ് അജിത് കുമാറിന്. അതെന്തായാലും ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. പക്ഷേ ഇതിനിടയിൽ ട്രൈബ്യൂണൽ വഴി ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്? അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അത്തരത്തിലുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ട്രിബ്യൂണലിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഉത്തരവ് നേടാനുള്ള ശ്രമമായിരിക്കും നടത്തുക. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അജിത് കുമാർ സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആ സസ്പെൻഷൻ നടപടി വന്നാൽ എന്തായിരിക്കണം അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. നമ്മൾ കടുത്ത നടപടി എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സസ്പെൻഷനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം ആഭ്യന്തര വകുപ്പ് വളരെ പക്വതയോടെ വളരെ കരുതലോടെയാണ് അത് മുന്നോട്ട് പോയത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ പരിശോധിച്ച് പഠിച്ച ശേഷം മാത്രമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് പോയിട്ടുണ്ടാവുക. തീർച്ചയായും ഇനി അത്തരത്തിലൊരു ഗൗരവമായിട്ടുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമോപദേശവും ഒക്കെ തേടിയിട്ടുണ്ട്. അത്തരം പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ട്രിബ്യൂണലിനെ സമീപിച്ചാലും ഒരു തരത്തിൽ തിരിച്ചടിയാകില്ല എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ആഭ്യന്തര വകുപ്പിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം DGP സ്ഥാനക്കയറ്റം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഉത്തരവിനെ ഈ തീരുമാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഇനി ട്രിബ്യൂണലിൽ നിന്ന് നടപടിയെടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് TP സെൻകുമാർ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വാങ്ങി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ചരിത്രമുണ്ട്. അത് പക്ഷേ ഈ കാര്യത്തിൽ എത്രത്തോളം അജിത് കുമാറിന് ഫേവറാകും എന്നുള്ളത് അറിയില്ല. എങ്കിലും അതൊന്നും വിലപ്പോകില്ല. സർക്കാരിന് അനുകൂലമായി തന്നെ നിൽക്കാം. ആഭ്യന്തര വകുപ്പിന്റെ നടപടിയിൽ ഉറച്ചു നിൽക്കാം. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്, അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് അജിത് കുമാറിന് എതിരായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ ഇതൊരു വൈകാരികമായ ഒരു പ്രശ്നമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രതിപക്ഷം നിൽക്കുന്ന സമയത്ത് ക്രൂരമായ മർദ്ദനമാണ് ഈ പ്രതികളിൽ നിന്ന് ഗൺമാന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് അജിത് കുമാർ. പല ഘട്ടങ്ങളിൽ ഇപ്പൊ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷാപ്രവർത്തന അട്ടിമറിയുന്നത് മാത്രമല്ല തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ കണ്ടെത്തലുകൾ അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. സിജോ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിവാദം മാത്രമല്ല അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. തൃശൂർ പൂരം കലക്കൽ തൊട്ട് പലവിധ ആരോപണങ്ങൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധവും വിമർശനവും ഉയർന്നിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പിണറായി സർക്കാർ പോവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതാ ഇവിടെ വലിയ തിരിച്ചടിയല്ലേ അജിത് കുമാറിനെ സംബന്ധിച്ച്, അജിത് കുമാറിന്റെ കരിയറിൽ? തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ്. കാരണം ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം, IPS ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരു DGP റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അവസരമാണ്. അത് എല്ലാ ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക് വരാൻ പറ്റില്ല. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ DGP സ്ഥാനക്കയറ്റം അത് തടഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇനി എത്താൻ പറ്റില്ല എന്നൊരു തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല അജിത് കുമാറിനെ സംരക്ഷിച്ചിട്ടുള്ള ആളുകൾക്കും ഇത് വലിയ തിരിച്ചടിയാണെന്ന സംശയമല്ല. ഇതല്ല, അപ്പുറത്തേക്ക് ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ വന്ന സമയത്തും അത്തരം കണ്ടെത്തലുകൾ വന്ന സമയത്തും അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുകയാണ് അന്ന് സർക്കാർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നല്ലാതെ വളരെ പ്രധാനപ്പെട്ട ചുമതലയില്ല. പിന്നീട് ആദ്യം എക്സൈസിലേക്ക് പോകുന്നു, അതിനുശേഷം ബിവറേജസ് കോർപ്പറേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ചുമതലകളിലേക്ക് മാറി നിൽക്കുന്നല്ലാതെ ഇതുവരെയും അജിത് കുമാറിനെതിരെ ഇത്രയും അധികം റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും ഉണ്ടായിട്ടും കടുത്ത നടപടിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യ റിപ്പോർട്ടിൽ തന്നെ, ആദ്യ അന്വേഷണത്തിൽ തന്നെ സസ്പെൻഷനിലേക്ക് പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാരണവശാലും അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്, UDF-നുണ്ടായിരുന്നത്.